ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +2 മലയാളം എജുപോർട്ടിൻ്റെ +2 മലയാളം ക്ലാസ്സിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഓണപ്പരീക്ഷ ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. ഓരോ പാഠഭാഗങ്ങളും അല്ലേ, നമ്മുടെ യൂണിറ്റിനകത്തുള്ള ആദ്യത്തെ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റിനകത്തുള്ള പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ പാഠഭാഗങ്ങളും ഏറ്റവും കുറച്ച് സമയം കൊണ്ട് സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഒരു പാഠഭാഗം പൂർണ്ണമായിട്ട് വായിച്ച് ഒരു പരിചയം നിങ്ങൾക്കുണ്ട്. സാർ, ഇതിൻ്റെ ഒരു സമ്മറി ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്. അതിനു വേണ്ടിയുള്ളൊരു കാര്യം, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റിവിഷൻ സെക്ഷൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ അത് പഠിച്ചെടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന സമ്മറി ഇതിനകത്തുണ്ട്, ചോദ്യോത്തരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക മക്കൾ, സെറ്റാക്കുക. ഒരു തവണ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക മക്കൾ, വീഡിയോ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, തറാക്കിക്കൊള്ളുക. ഓക്കെ, സെറ്റാണല്ലോ. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് എഴുത്തകമെന്നാണ്, എന്നാൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് കണ്ണാടി കാൺമോളൂ എന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഇതുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു തുടങ്ങുകയാണ്. ലളിതമായ വേഷമായിരുന്നു മുൻഷിയുടേത് അല്ലെ, മലയാളം മുൻഷിയുടേത്. അപ്പോൾ ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്. മലയാളം അധ്യാപകൻ എന്ന അർത്ഥത്തിലാണ് മുൻഷി എന്ന് വരുന്നത്. പക്ഷേ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകും. പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം, ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങളുണ്ടാകാം. അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഒരേ കാര്യത്തിന് വ്യത്യസ്ത മേഖലകളിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു കാര്യത്തിന് ഒരർത്ഥം മാത്രമല്ല, അതിൻ്റെ ധ്വനിതലം വേറെ ഉണ്ടാകും, പദാർത്ഥം വേറെ ഉണ്ടാകും. ഇതെല്ലാം എന്ന വലിയ അറിവാണ് എനിക്ക് മലയാളം ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം. ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു എന്ന് ECG സുദർശൻ കൂട്ടിച്ചേർക്കുന്നു. ഫിസിക്സിലെ ശാസ്ത്രജ്ഞനായിരുന്നു ECG സുദർശൻ. ലളിതമായ വേഷം, പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ്, ഇതൊക്കെ തൻ്റെ മലയാളം ക്ലാസ്സിൻ്റെ പ്രത്യേകതകളായിട്ട് ECG സുദർശൻ ഓർക്കുന്നു. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഈ ചോദ്യം വന്നേക്കാം, മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇനി നോക്കുക, കണ്ണാടി കാൺമോളവും. കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗത്തിലേക്ക് നമ്മൾ വരുന്നു. കാൺമോളവും എന്നായി പോയിട്ടുണ്ട്, ഒന്ന് നോക്കുക. കണ്ണാടി കാൺമോളവും ആരുടെ വരികളായിരുന്നു? തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ വരികളായിരുന്നു. ആരായിരുന്നു? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 16-ാം നൂറ്റാണ്ടിലാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജീവിതകാലം. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരാണ് ജന്മസ്ഥലം എന്ന് കരുതുന്നു. മലയാള ഭാഷാ പിതാവ് എന്ന് സാഹിത്യ ചരിത്രം ആദരിക്കുന്ന കാവ്യഗുരുവാണ് എഴുത്തച്ഛൻ. പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായ ഒരു കാവ്യ പ്രപഞ്ചം സൃഷ്ടിച്ച എഴുത്തുകാരനാണ് എഴുത്തച്ഛൻ. ഭക്തിയിലൂടെ ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചതെന്നൊക്കെ നിങ്ങൾ ഓർക്കുക. മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നിവയാണ് എഴുത്തച്ഛൻ്റെതെന്ന് ഉറപ്പിച്ചു പറയാവുന്ന കൃതികൾ. ഇനി ആ കവിത നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. പാഠസംഗ്രഹത്തിലേക്ക് വരാം. മഹാഭാരതം സംഭവ പർവത്തിലെ ശകുന്തളോപാഖ്യാനമാണ് നമ്മുടെ പാഠസന്ദർഭം. ഓർക്കുക, മഹാഭാരതത്തിലെ സംഭവ പർവത്തിലെ ശകുന്തളോപാഖ്യാനമാണ് നമ്മുടെ പാഠസന്ദർഭം. ഗാന്ധർവ വിധി പ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. 10ാം ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവബന്ധം മറന്നുപോയതിനാൽ, ശകുന്തളയുടെ കയ്യിലുള്ള മോതിരം നഷ്ടപ്പെട്ടതുകൊണ്ട്, ദുർവാസാവിൻ്റെ ശാപത്താൽ ആര് മറന്നുപോയി? ദുഷ്യന്തൻ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ മറന്നുപോയതിനാൽ അവളെ കെട്ടവൾ എന്ന് കരുതി ആക്ഷേപിക്കുന്നു. കെട്ടവൾ എന്ന് പറയുമ്പോൾ ഒരു ചീത്ത സ്ത്രീയായി കരുതിയിട്ട് എഴുത്തച്ഛൻ നമ്മുടെ ദുഷ്യന്തൻ ശകുന്തളയെ സഭാമധ്യത്തിൽ വെച്ച് എന്ത് ചെയ്യാണ്? ആക്ഷേപിക്കുകയാണ്. അങ്ങനെ ആക്ഷേപ വാക്കുകൾ കേട്ട് ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് നമ്മുടെ കാവ്യഭാഗത്തുള്ളത്. അങ്ങനെ കേട്ട് തലകുനിച്ച് പോകേണ്ടവളല്ല സ്ത്രീ എന്നും മറുപടി പറയേണ്ടടുത്ത് പറയേണ്ടതാണ് എന്ന് ബോധ്യമുള്ളതാണ് നമ്മുടെ കാവ്യഭാഗത്തുള്ളത്. ശകുന്തള മറുപടി പറയുന്നു.
ശകുന്തളയോടുള്ള ദുഷ്യന്തന്റെ ശകാര വാക്കുകളോടെയാണ് നമ്മുടെ കവിത ആരംഭിക്കുന്നത് തന്നെ. ആദ്യം ശകുന്തളയെ ദുഷ്യന്തൻ പറയുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ദുഷ്യന്തൻ ശകുന്തളയെ ധാർഷ്ട്യമുള്ളവളെന്നും വഴി പിഴച്ചവളെന്നും സ്വർണ്ണാഭരണങ്ങളിലും മനോഹരമായ വസ്ത്രങ്ങളിലും മയങ്ങിപ്പോകുന്നവളെന്നും കുയിൽപേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വളർത്തുദോഷം ഉള്ളവളാണെന്നും ആക്ഷേപിക്കുന്നു. പരഭൃത, പരഭൃത എന്നുള്ളൊരു വാക്ക് ഓർക്കേണ്ടതില്ല. പരഭൃത, അന്യനാൽ വളർത്തപ്പെട്ടവൾ, അല്ലെ? അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? ശകുന്തളയുടെ അച്ഛൻ നമ്മുടെ വിശ്വാമിത്ര മഹർഷിയായിരുന്നു. ശകുന്തളയുടെ അച്ഛൻ ആരാണ്? വിശ്വാമിത്ര മഹർഷി, മനുഷ്യനാണ്. ഇനി അമ്മ ആരാണ്? അമ്മ നമ്മുടെ 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 വിശ്വാമിത്ര മഹർഷിക്കും ഉർവശി അല്ലേ? ഉർവശി എന്ന് പറയുന്ന അപ്സരസിനുമുണ്ടായ സ്ത്രീയാണ് ആര്? അപ്സരസിനുണ്ടായ മകളാണ് നമ്മുടെ ശകുന്തള. ശകുന്തളയെ കാട്ടിൽ ഉപേക്ഷിച്ച് അവർ പോവാണ്. പിന്നീട് ആര്? കണ്ണ മഹർഷിക്ക് കിട്ടുകയാണ്. പക്ഷികൾക്ക് കിട്ടിയത് കൊണ്ടാണ് ശകുന്തള എന്ന പേര് വന്നത്. അങ്ങനെ ദുഷ്യന്തൻ ശകുന്തളയെ ധാർഷ്ട്യമുള്ളവളെന്നും വഴി പിഴച്ചവളെന്നും സ്വർണ്ണാഭരണങ്ങളിലും മനോഹരമായ വസ്ത്രങ്ങളിലും മയങ്ങിപ്പോകുന്നവളെന്നും കുയിൽപേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വളർത്തുദോഷം ഉള്ളവളാണ് എന്നും ആക്ഷേപിക്കുന്നു. ദുഷ്യന്തന്റെ ഇത്തരത്തിലുള്ള നിന്ദാവചനങ്ങൾ കേട്ട് ലജ്ജിതയായ ശകുന്തള തൻ്റെ ആത്മാഭിമാനവും ശ്രേഷ്ഠതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതോജ്വലമായ ഭാഷയിൽ ദുഷ്യന്തന് മറുപടി കൊടുക്കുന്നു. ദുഷ്യന്തന്റെ പരിഹാസ വാക്കുകൾ, ഇത്രയും വാക്കുകളെക്കുറിച്ച് ആരെക്കുറിച്ച് പറഞ്ഞു? ശകുന്തളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശകുന്തള എന്താ മറുപടി പറഞ്ഞത്? ഓർക്കുക, മറ്റുള്ളവരുടെ കടുകുമണി പോലെയുള്ള ചെറിയ ദോഷങ്ങൾ പോലും കണ്ടെത്തുന്ന ദുഷ്യന്തൻ സ്വന്തം വലിയ ദോഷങ്ങൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയില്ല എന്നും കേവലം ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ദുഷ്യന്തന്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്ന തൻ്റെ ജന്മമെന്നും ശകുന്തള പറയുന്നു. മനുഷ്യന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെയും അപ്സരസ്സുകളിൽ ശ്രേഷ്ഠയായിട്ടുള്ള ഉർവശിയുടെയും മകളായി ജനിച്ച തനിക്ക് ഒരേ സമയം സ്വർഗത്തിലും ഭൂമിയിലും സഞ്ചരിക്കാൻ കഴിയുമെന്ന് ശകുന്തള പറയുന്നു. അതുകൊണ്ട് തന്നെ മേരുപർവ്വതവും കടുകുമണിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. തൻ്റെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമാണോ എൻ്റെ ജന്മം? ഒട്ടും അറിവില്ലാത്തവനെ പോലെയാണ് ദുഷ്യന്തൻ സംസാരിക്കുന്നത് എന്നും ശകുന്തള ചൂണ്ടിക്കാട്ടുന്നു. സെറ്റ്. തുടർന്ന് ശകുന്തള സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ തത്വചിന്താത്മകമായിട്ട് സംസാരിക്കുന്നു. തുടർന്ന് ശകുന്തള സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ തത്വചിന്താത്മകമായി സംസാരിക്കുന്നു. സ്വന്തം വൈരൂപ്യം തിരിച്ചറിയാത്ത ദുർജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുകയും സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയുകയില്ലെന്നും സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി നിന്ദിക്കുകയില്ല എന്നും ശകുന്തള പറയുന്നു. നല്ല ആളുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും തെരഞ്ഞു നടക്കൂല, അവരെ പറ്റിയുള്ള കുറ്റം പറഞ്ഞു നടക്കൂല. അവരെന്ത് ചെയ്യും? സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കും. തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും വീണ്ടും മണ്ണിൽ കുളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതയാനയെ പോലെയാണ് നല്ല ആളുകളെ വിമർശിച്ച് സന്തോഷം കണ്ടെത്തുന്ന ദുർജനങ്ങൾ എന്നും ശകുന്തള ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കണം. ഏതുപോലെ? സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ആരെപ്പോലെ? ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കണമെന്നും അറിവില്ലാത്തവനായ അവനോട് പണ്ഡിതന്മാർ ശുഭാശുഭ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അശുഭം മാത്രമേ അവൻ ഗ്രഹിക്കുകയുള്ളൂ എന്നും പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്ന് അരയന്നം പാല് മാത്രം വേർതിരിച്ചു കുടിക്കുന്നത് പോലെ മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുമെന്ന് ശകുന്തള ദുഷ്യന്തനോട് പറയുന്നു. അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിച്ച ദുഷ്യന്തനോട് ശകുന്തള ഇപ്രകാരം പറയുന്ന സമയത്ത് ആകാശത്തു നിന്ന് ഒരു അശരീരി ഉണ്ടാകുകയും ദേവസ്ത്രീ സമയായ ശകുന്തളയെയും സ്വന്തം പുത്രനെയും സ്വീകരിക്കാൻ ദുഷ്യന്തനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രാജഭരണം വൈകാതെ മകനെ ഏൽപ്പിക്കണമെന്നും മകൻ ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരുമെന്നും അശരീരിയിൽ പറയുന്നു. ദേവന്മാരുടെ വാക്കുകൾ ദുഷ്യന്തൻ ശിരസാവഹിക്കുന്നു. തുടർന്ന് ശകുന്തള ഭർത്താവിനോടൊപ്പം സന്തോഷപൂർവ്വം കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ പാഠഭാഗം.
സെറ്റാണല്ലോ. നോക്കുക ചോദ്യോത്തരം. നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യം വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 6 മാർക്കിന് വരുന്ന ചോദ്യമാണ്. നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യം വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നോക്കാം, എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവ പർവത്തിലെ ശകുന്തളോപാഖ്യാനമാണ് പാഠ സന്ദർഭം. ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. സെറ്റ്. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവബന്ധം മറന്നുപോയതിനാൽ പരുഷ വാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. സെറ്റാണല്ലോ. അമ്മയായ മേനക ഉപേക്ഷിച്ചതിനാൽ അന്യരാണ്, ഉർവശി എന്നാണ് ഞാൻ പറഞ്ഞത്, മേനക ഉപേക്ഷിച്ചതിനാൽ അന്യരാണ് ശകുന്തളയെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ശകുന്തളക്ക് വളർത്തുദോഷമുണ്ട്. കാക്കക്കൂട്ടിൽ വളർന്ന കുയിലിനെ പോലെ പരഭൃതയാണ് ശകുന്തള എന്നും ദുഷ്യന്തൻ ആരോപിക്കുന്നു. പരഭൃത എന്നുള്ള വാക്കിന്റെ അർത്ഥം അന്യനാൽ വളർത്തപ്പെട്ടവളാണ് ശകുന്തള എന്നും ദുഷ്യന്തൻ ആരോപിക്കുന്നു. സെറ്റല്ലേ? ഇത്രയും കാര്യം ദുഷ്യന്തൻ പറഞ്ഞു. ഇനി അവിടെ ആര് അഭിമാനം സംരക്ഷിക്കണം? ശകുന്തള. ശകുന്തള എന്ത് പറയുന്നു? ഇങ്ങനെ അപമാനിതയാകുന്ന ശകുന്തള തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുത്ത് തൻ്റെ ശ്രേഷ്ഠത ദുഷ്യന്തന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്നു. രാജാക്കന്മാർ പോലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാജർഷിയായ വിശ്വാമിത്ര മഹർഷിയുടെയും ദേവലോക സദസ്സിലെ അപ്സര സുന്ദരിയായ മേനകയുടെയും മകളാണ് താൻ. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും സിദ്ധികൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അത്ര നിസ്സാരക്കാരിയല്ല. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാമിത്ര മഹർഷിയുടെയും അപ്സരസിലെ ഏറ്റവും സുന്ദരിയായ മേനകയുടെയും മകളാണ് താൻ. അതുകൊണ്ട് തന്നെ 2 പേർക്കുള്ള കഴിവുകൾ എനിക്കുണ്ട്. ദുഷ്യന്തൻ ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന രാജാവാണ്. എന്നാൽ ഭൂമിയിലും ആകാശത്തിലും ഒരേപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന 2 ലോകത്തിലും സമ്മതയായവളാണ് താൻ. അതിനാൽ തന്നെ ദുഷ്യന്തന്റെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം തൻ്റെ ജന്മം തന്നെയാണെന്ന് ശകുന്തള സമർത്ഥിക്കുന്നു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, തൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ശകുന്തളയെ ദുഷ്യന്തൻ എപ്രകാരമെല്ലാമാണ് അധിക്ഷേപിച്ചത്? ഇപ്പൊ പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആക്കുക. 4 മാർക്കിന്റെ ചോദ്യമാണ്. സ്ത്രീകളെ മൊത്തം അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് ശകുന്തളക്ക് ദുഷ്യന്തനിൽ നിന്ന് നേരിടേണ്ടി വന്നത്. സ്ത്രീകളെ മൊത്തം അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് ശകുന്തളക്ക് ദുഷ്യന്തനിൽ നിന്ന് നേരിടേണ്ടി വന്നത്. സ്ത്രീകൾ പൊതുവെ ഇല്ലാത്ത വലുപ്പം ഭാവിക്കുന്ന അഹങ്കാരികളാണെന്നും ശകുന്തളയും അത്തരക്കാരിയാണെന്നും ദുഷ്യന്തൻ ആരോപിക്കുന്നു. വഴി പിഴച്ചവളായ ശകുന്തള കുലസ്ത്രീ എന്ന് നടിക്കുന്നവളാണെന്നും ദുഷ്യന്തൻ കുറ്റപ്പെടുത്തുന്നു. സ്വർണ്ണാഭരണങ്ങളിലും മനോഹര വസ്ത്രങ്ങളിലും ആസക്തിയുള്ള ശകുന്തള അത് നേടാൻ വേണ്ടിയാണ് കൊട്ടാരത്തിൽ കളവ് പറഞ്ഞ് എത്തിച്ചേർന്നത് എന്ന് ദുഷ്യന്തൻ ആക്ഷേപിക്കുന്നു. ഇങ്ങനെ കുയിൽപേടയെപ്പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് ശകുന്തള എന്നും അതുകൊണ്ട് അവളിൽ വളർത്തു ദോഷവും ദുഷ്യന്തൻ ആരോപിക്കുന്നു. സെറ്റാണല്ലോ. ഓർത്ത് വെച്ചേക്കുക. സ്ത്രീകളെ മൊത്തം അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് ശകുന്തളക്ക് ദുഷ്യന്തനിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഇങ്ങനെ പോയിന്റ് ആക്കിയത് അടുത്ത സാധനം ഇവിടേക്ക് കൊണ്ടുവരണം. ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. സ്ത്രീകൾ പൊതുവെ ഇല്ലാത്ത വലുപ്പം ഭാവിക്കുന്ന അഹങ്കാരികളാണെന്നും ശകുന്തളയും അത്തരക്കാരിയാണ് എന്നും ആര് സൂചിപ്പിക്കുന്നു? നമ്മുടെ ദുഷ്യന്തൻ ആരോപിക്കുന്നു. വഴി പിഴച്ചവളായ ശകുന്തള കുലസ്ത്രീ എന്ന് നടിക്കുന്നവളാണെന്നും ദുഷ്യന്തൻ കുറ്റപ്പെടുത്തുന്നു. സ്വർണ്ണാഭരണങ്ങളിലും മനോഹര വസ്ത്രങ്ങളിലും ആസക്തിയുള്ള ശകുന്തള അത് നേടാൻ വേണ്ടിയാണ് കൊട്ടാരത്തിൽ കളവ് പറഞ്ഞ് എത്തിച്ചേർന്നത് എന്ന് ദുഷ്യന്തൻ ആക്ഷേപിക്കുന്നു. കുയിൽപേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് ശകുന്തള എന്നും അതുകൊണ്ട് അവളിൽ വളർത്തുദോഷവും ദുഷ്യന്തൻ ആരോപിക്കുന്നു. സെറ്റ്. ദെൻ നെക്സ്റ്റ്, തന്നെ അധിക്ഷേപിക്കുന്ന ദുഷ്യന്തനോടുള്ള പ്രതികരണമായി ശകുന്തള പറയുന്ന ലോക തത്വങ്ങൾ വിശദമാക്കുക. തന്നെ അധിക്ഷേപിക്കുന്ന ദുഷ്യന്തനോടുള്ള പ്രതികരണമായിട്ട് ശകുന്തള പറയുന്ന ലോക തത്വങ്ങൾ വിശദമാക്കുക. അരപ്പുറമാണ്. 4 മാർക്കിനുള്ള ചോദ്യമാണ്. നോക്കുക എങ്ങനെ എഴുതാം. പണ്ഡിതന്മാരായ ആളുകൾ പോലും അന്യരുടെ കടുകുമണി പോലത്തെ ദോഷങ്ങൾ ഉടനെ കണ്ടെത്തുകയും വലുതായ സ്വന്തം ദോഷങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നില്ല. സ്വന്തം മുഖം
കണ്ണാടിയിൽ കാണുന്നത് വരെ അത് ഭംഗിയുള്ളതാണെന്ന് വിചാരിക്കുന്ന വിരൂപന്മാർ സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും. സെറ്റാണല്ലോ. സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്നത് വരെ അത് ഭംഗിയുള്ളതാണെന്ന് വിചാരിക്കുന്ന വിരൂപന്മാർ സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും. ഇനി കുറവുകളില്ലാത്തവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി നിന്ദിക്കുകയില്ല. തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും വീണ്ടും മണ്ണിൽ കുളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതയാനയെ പോലെയാണ് നല്ല ആളുകളെ നിന്ദിച്ച് സന്തോഷം കണ്ടെത്തുന്ന ദുർജനങ്ങൾ എന്നുകൂടി ആര് പറയുന്നു? നമ്മുടെ പാഠഭാഗത്ത് ശകുന്തള ദുഷ്യന്തനോട് പറയുന്നു. ഇനി സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കേണ്ടതുണ്ട്. സത്യവും ധർമ്മവും വിട്ട് പെരുമാറുന്ന പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കേണ്ടതുണ്ട്. അറിവില്ലാത്തവനായ അവനോട് പണ്ഡിതന്മാർ ശുഭാശുഭ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അശുഭം മാത്രമേ അവൻ ഗ്രഹിക്കുകയുള്ളൂ. പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്ന് അരയന്നം പാല് മാത്രം കുടിക്കുന്നത് പോലെ മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുമെന്ന് ആര് പറയുന്നു? ശകുന്തള കൂട്ടിച്ചേർക്കുന്നു. സെറ്റാണല്ലോ. ഇത്രയും ചോദ്യോത്തരങ്ങൾ പാഠഭാഗ സംഗ്രഹം മക്കളെ സെറ്റാക്കിക്കോ. ഇനി ഈ പാഠഭാഗം എന്തില്ല മറന്നു പോകില്ല. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം? നിങ്ങൾ രേഖപ്പെടുത്തണം. ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.